നമസ്കാരം. ഇന്ത്യയും യുകെയും തമ്മിലുള്ള നിർണായക ചർച്ച ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളുടെയും ചിന്തകരുടെയും ശ്രദ്ധാകേന്ദ്രമായ ഒരു വേദിയാണ് ബെർലിൻ ഗ്ലോബൽ ഡയലോഗ്. ആഗോള രാഷ്ട്രീയ, സാമ്പത്തിക, സാങ്കേതിക വിഷയങ്ങളിൽ തുറന്ന ചർച്ചകൾ നടത്തുന്നത് ഈ അന്താരാഷ്ട്ര വേദിയിൽ വെച്ചാണ്. ഇന്ത്യയുടെ വാണിജ്യ മന്ത്രിയും യുകെയുടെ വ്യാപാര മന്ത്രിയും തമ്മിലുള്ള നിർണായകരമായ ഈ സംവാദം അരങ്ങേറിയത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, വ്യാപാര നയങ്ങൾ, ഭൂരാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം ഈ വേദിയിൽ സസൂക്ഷ്മം വിശകലനം ചെയ്യപ്പെട്ടു. ബെർലിന്റെ മണ്ണിൽ നടന്ന ഈ കൂടിക്കാഴ്ച ലോക വ്യാപാരത്തിന്റെ ഭാവി എങ്ങോട്ട് എന്ന് നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഇരു രാജ്യങ്ങളുടെയും നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളും സമവായ സാധ്യതകളും ഒരു വശത്ത് $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുന്ന ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി, മറുവശത്ത് ബ്രെക്സിറ്റിനു ശേഷമുള്ള അതിവേഗം പുതിയ കരാറുകൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന യുകെയുടെ വ്യാപാര മന്ത്രി. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി തോക്കിൻ മുനയിൽ വെച്ചുള്ള കരാറുകൾ വേണ്ട എന്ന് ഇന്ത്യ പറയുമ്പോൾ വേഗതയാണ് ഇന്നത്തെ ലോകം എന്ന് യുകെ വാദിക്കുന്നു. ഈ ഹൈ വോൾട്ടേജ് ചർച്ചയുടെ എല്ലാ വിശദാംശങ്ങളും, ഭൂരാഷ്ട്രീയ സമ്മർദ്ദങ്ങളും, റഷ്യൻ എണ്ണയുടെ പേരിലുള്ള ഇരട്ടത്താപ്പുകളും നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയുടെ പുതിയ വ്യാപാര തന്ത്രവും ദീർഘകാല ലക്ഷ്യവും. ഇന്ത്യൻ വാണിജ്യ മന്ത്രി രാജ്യത്തിന്റെ സമീപകാല വ്യാപാര വിജയങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിച്ചു. വികസനത്തിനുള്ള വാതിൽ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രീയമായി മാറണമെങ്കിൽ ആഗോള വിപണികളുമായി സംയോജിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞു. 2021 ഇന്ത്യ ഈ നയം മാറ്റി. നേരത്തെ മത്സരാധിഷ്ഠിത രാജ്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ വികസിത രാജ്യങ്ങളുമായും നൂതന സമ്പദ് വ്യവസ്ഥകളുമായും സഹകരിക്കുന്നത് സാങ്കേതിക വിദ്യ, നിക്ഷേപം, കാര്യക്ഷമത എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് തീരുമാനിച്ചു. ഇന്ത്യയുടെ വേഗത്തിലുള്ള കരാറുകൾ. UAE, ഓസ്ട്രേലിയ, EFTA 4 രാജ്യങ്ങളുടെ കൂട്ടായ്മ, സ്വിറ്റ്സർലാൻഡ്, നോർവേ, ലിച്ചൻസ്റ്റർ, ഐസ്ലാൻഡ് കൂടാതെ യുകെയുമായുള്ള 2025 ഈ വർഷം ജൂലൈയിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിജയകരമായി കരാറുകൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. യൂറോപ്യൻ യൂണിയനുമായും ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നു. തിടുക്കത്തിൽ കരാറുകൾക്കില്ല എന്ന ഉറച്ച നിലപാട്. ഇന്ത്യ ഒരിക്കലും തിരക്കിട്ടോ സമയപരിധി വെച്ചോ അല്ലെങ്കിൽ ഒരു തോക്കിൻ മുനയിൽ വെച്ചോ വ്യാപാര കരാറുകൾ ചെയ്യാൻ തയ്യാറല്ല. ഇന്നത്തെ ലോകത്ത് ഡെഡ് ലൈനുകൾ വെച്ചാണ് കരാറുകൾ നടക്കുന്നത് എങ്കിലും ഇന്ത്യ ദീർഘകാല കാഴ്ചപ്പാടോടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ഇന്ത്യയുടെ $30 ട്രില്യൺ ലക്ഷ്യം. അടുത്ത 20-25 വർഷത്തിനുള്ളിൽ ഇന്ത്യ $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി വളരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഭാവി ലക്ഷ്യങ്ങൾ അനുസൃതമായി രാജ്യത്തിന് ഏറ്റവും മികച്ചതും സന്തുലിതവുമായ കരാറുകൾ മാത്രമേ ഞങ്ങൾ ഉറപ്പാക്കൂ. ഇന്ത്യയുടെ കരുത്ത് 1.4 ബില്യൺ ജനസംഖ്യയും 29 വയസ്സിന് താഴെ ശരാശരി പ്രായമുള്ള ലക്ഷ്യബോധമുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയുടേത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും കരുത്തുള്ള ഒരു ഘടനയുള്ളപ്പോൾ മികച്ചതല്ലാത്ത ഒരു കരാറിനും ഇന്ത്യക്ക് വഴങ്ങേണ്ടതില്ല. ഭൂരാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഇരട്ടത്താപ്പും. വ്യാപാര വിഷയങ്ങളിൽ നേരിടുന്ന ഭൂരാഷ്ട്രീയ സമ്മർദ്ദങ്ങളെക്കുറിച്ച് ഇന്ത്യൻ മന്ത്രി ശക്തമായ നിലപാടെടുത്തു. ദേശീയ താൽപര്യം മാത്രം. ഇന്ത്യ തങ്ങളുടെ സൗഹൃദങ്ങൾ തീരുമാനിക്കുന്നത് ദേശീയ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. യൂറോപ്യൻ യൂണിയൻ, കെനിയ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം പാടില്ല എന്ന് ആര് നിർബന്ധിച്ചാലും അത് അംഗീകരിക്കാനാവില്ല. റഷ്യൻ എണ്ണ വിഷയത്തിലെ ചോദ്യം. റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് US ഉപരോധങ്ങളിൽ നിന്ന് ജർമ്മനിയും യുകെയും ഇളവ് നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സമാന സാഹചര്യത്തിൽ എന്തിനാണ് ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നത്? ഇന്ത്യയിലും റോസ്നെഫ്റ്റിന്റെ ഉപസ്ഥാപനമുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ തയ്യാറാണ്. ഇരട്ടത്താപ്പ് പാടില്ല. യുകെയുടെ വ്യാപാര മന്ത്രിയുടെ പ്രതികരണം. വേഗതയുടെ അനിവാര്യത. യുകെയുടെ മന്ത്രി ക്രിസ് ബ്രെയിൻ ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുമ്പോഴും വ്യാപാര കരാറുകളിലെ വേഗതയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. പരസ്പര ബന്ധിതമായ ലോകം. ഇന്നത്തെ ലോകം അതിവേഗം പരസ്പരം ബന്ധിതമാണ്. വ്യാപാര ചർച്ചകൾ പലപ്പോഴും
ചരക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 50-100 വർഷങ്ങൾ മുമ്പുള്ള സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചുള്ള ചിന്തയാണ്. ബ്രിട്ടന്റെ സേവന മേഖലയുടെ ശക്തി ഡിജിറ്റൽ യുഗത്തിൽ വീഡിയോ ഗെയിമുകൾ, ധനകാര്യ സേവനങ്ങൾ പോലുള്ള യുകെയുടെ ശക്തികൾക്ക് ലോകമെമ്പാടുമുള്ള വിപണികളിലേക്ക് വേഗം എത്തേണ്ടതുണ്ട്. ബ്രെക്സിറ്റിന് ശേഷമുള്ള പ്രത്യേക സ്ഥാനം അമേരിക്കയോടും യൂറോപ്യൻ യൂണിയനോടും അടുത്ത്, എന്നാൽ അതിലൊന്നും അംഗമല്ലാത്ത ഒരു പ്രത്യേക സ്ഥാനത്താണ് യുകെ ഇപ്പോൾ, അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ കരാറുകൾക്കായി കാത്തിരിക്കുന്നത് യുക്തിസഹമല്ല. കാലതാമസം എന്നാൽ ഒരു ഭ്രാന്തനാണ്. മെർക്കസൂർ കൂട്ടായ്മയുമായി കരാറുണ്ടാക്കാൻ യൂറോപ്പിന് EU 25 വർഷം എടുത്തത് ഈ അതിവേഗ ലോകത്ത് ഭ്രാന്താണ്. ഡൊണാൾഡ് ട്രംപ് ലോകത്തെ പഠിപ്പിച്ച ഒരു കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുക എന്നതാണ്. ബ്രിട്ടനിലെ സ്റ്റീൽ വ്യവസായത്തിലെ സംരക്ഷണം, സ്വാതന്ത്ര്യവും നീതിയും ഉറപ്പാക്കിയുള്ള വ്യാപാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇരു രാജ്യങ്ങളും ആഭ്യന്തര വ്യവസായ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി. യുകെയുടെ ഉദാഹരണം MP കൂടിയായ ക്രിസ് ബ്രൈന്റ് പറഞ്ഞത് പോർട്ട് ടാർബോട്ടിലെ സ്റ്റീൽ വ്യവസായത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. പ്രതിരോധത്തിനും പരമാധികാരത്തിനും സ്റ്റീൽ അനിവാര്യമാണ്. അന്യായമായി സബ്സിഡി നൽകിയതോ നിർബന്ധിത തൊഴിലാളികളെ ഉപയോഗിച്ചതോ ആയ സ്റ്റീൽ വിപണിയിൽ തള്ളുന്നത് തടയേണ്ടത് ന്യായമായ വ്യാപാരത്തിന്റെ അനിവാര്യമാണ്. മനുഷ്യന്റെ പരിമിതി, എനിക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന അനന്തമായ ചർച്ചകൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഈ ചർച്ചയുടെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ദീർഘകാല സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ശാന്തമായ സമീപനവും ആഗോള വിപണി പിടിച്ചെടുക്കാനുള്ള യുകെയുടെ അതിവേഗ ശ്രമങ്ങളും വേഗതയും നീതിയും തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥ കണ്ടെത്തുക എന്നതാണ് ഇരു രാജ്യങ്ങൾക്കും മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ലോക വ്യാപാരത്തിന്റെ ചിത്രം പൂർണ്ണമായും മാറ്റി എഴുതുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ രണ്ട് തന്ത്രങ്ങളിൽ ഏതാണ് കൂടുതൽ വിജയിക്കുക? കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള കൂടുതൽ വാർത്താ വിശകലനങ്ങൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതാണ്.